നമസ്കാരം. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോ എന്ന സിനിമ കൃത്യമായി പറഞ്ഞാൽ തിയേറ്ററുകളിൽ ഇന്ന് 16 ദിവസങ്ങൾ പിന്നിടുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തിയ ടെർബോ സിനിമയുടെ മൂന്നാം വീക്കിലെ കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വരുമ്പോഴും ചിത്രം കേരളത്തിൽ മാത്രം മൂന്നാം വീക്കിലും 200-ൽ പരം തിയേറ്ററുകളിലാണ് പ്രദർശനം തുടരുന്നത്. ഏകദേശം ഒരു ദിവസം 500-ൽ പരം ഷോയും ചിത്രം കളിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 16 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം 17,500-ൽ പരം ഷോ കൗണ്ടുകളാണ് ചിത്രം ഇതുവരെ കളിച്ചു തീർത്തിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ മമ്മൂക്കയുടേതായി ഏറ്റവും കൂടുതൽ ഷോ കൗണ്ടുകൾ കളിച്ചിരിക്കുന്ന ചിത്രമെന്ന് പറയുന്നത് കണ്ണൂർ സ്ക്വാഡാണ്. ഏകദേശം 29,000-ൽ പരം ഷോകളാണ് ചിത്രം കേരളത്തിൽ കളിച്ചത്. രണ്ടാം സ്ഥാനത്തുള്ളത് ഭീഷ്മ പർവമാണ്. ഏകദേശം 26,000 ഷോകളാണ് ചിത്രം കേരളത്തിൽ അന്ന് കളിച്ചിരുന്നത്. അതോടൊപ്പം 2024-ൽ ഏറ്റവും അധികം പണം വാരിയ ചിത്രങ്ങളിൽ മലയാള സിനിമകളിൽ നിന്നും 7-ാം സ്ഥാനത്ത് ഇപ്പോൾ ടെർബോ എത്തിയിരിക്കുകയാണ്. 1-ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ്. ഏകദേശം 242 കോടി രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം അന്ന് വാരിയത്. 2-ാം സ്ഥാനത്തുള്ളത് ആടുജീവിതമാണ്. ഏകദേശം 158 കോടി രൂപയോളം ചിത്രം അന്ന് വാരിയിരുന്നു. 3-ാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആവേശമാണ്. 156 കോടി രൂപയോളമാണ് ചിത്രം അന്ന് നേടിയത്. 4-ാം സ്ഥാനത്തുള്ളത് പ്രേമലുവാണ്. 136 കോടി രൂപയോളം ചിത്രം അന്ന് നേടിയിരുന്നു. 5-ാം സ്ഥാനത്തുള്ളത് ഗുരുവായൂർ അമ്പലനടയിലാണ്. ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്നും 85 കോടി രൂപയോളം ചിത്രം നേടിക്കഴിഞ്ഞു. 6-ാം സ്ഥാനത്തുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ്. 83 കോടി രൂപയോളമാണ് ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ നേടിയത്. ഇപ്പോൾ ഇതാ 7-ാം സ്ഥാനത്താണ് ടെർബോ എന്ന ചിത്രമുള്ളത്. ഏകദേശം 76 കോടിക്ക് മുകളിലാണ് ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത്. അതിനുശേഷമുള്ളതും മമ്മൂക്ക ചിത്രം തന്നെയാണ്. ബ്രഹ്മയുഗമാണ് ഈ ഒരു ലിസ്റ്റിൽ 8-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ 2024-ൽ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഹിറ്റായ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രത്തിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.